കഥയുടെ തുടക്കത്തിൽ തന്നെ ബെർക്ക് എന്ന ഒരു മനോഹരമായ ഐലൻഡിൽ മനുഷ്യരും ഡ്രാഗൺസും തമ്മിൽ യുദ്ധം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ബെർക്ക് എന്ന ഐലൻഡിൽ വൈക്കിങ്സ് എന്ന ട്രൈബിൽ പെടുന്ന മനുഷ്യരാണ് ജീവിക്കുന്നത്. ബെർക്ക് ഐലൻഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഡ്രാഗൺ ഐലൻഡും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വൈക്കിങ്സ് ട്രൈബിലെ ആൾക്കാർ ഡ്രാഗൺ ഐലൻഡിൽ പോയിട്ട് ഡ്രാഗൺസുമായി യുദ്ധം ചെയ്യാറുണ്ട്. അതേപോലെ ഡ്രാഗൺസ് ബെർക്ക് ഐലൻഡിൽ വന്ന് വൈക്കിങ്സ് ആയിട്ടും യുദ്ധം ചെയ്യാറുണ്ട്. വൈക്കിംഗ് ട്രൈബിന്റെ ചീഫ് അഥവാ നേതാവാണ് വളരെയധികം ശക്തനായ സ്റ്റോയിക് ദ വാസ്റ്റ്. സ്റ്റോയിക്കിന്റെ ഒരേ ഒരു മകനാണ് നമ്മുടെ കഥാനായകനായ ഹിക്കപ്പ്. എന്നാൽ ശക്തനായ സ്റ്റോയിക്കിന്റെ മകൻ ഹിക്കപ്പ് ശക്തനല്ല, അവൻ ദുർബലനാണ് എന്നാണ് വൈക്കിങ്സ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം നടക്കുന്ന സമയത്ത് അവരാരും അവനെ യുദ്ധത്തിൽ പങ്കെടുക്കാനായി അനുവദിക്കില്ല. അവന്റെ അച്ഛന് പോലും അവൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ഇഷ്ടമല്ല. യുദ്ധഭൂമിയിലേക്ക് ഹിക്കപ്പ് ഇറങ്ങിയപ്പോൾ എല്ലാവരും അവനോട് ചത്ത പോലെ താഴെ കിടക്കാനായിട്ടും ഒളിച്ചു നിൽക്കാനും അതേപോലെ അകത്തേക്ക് ചെല്ലാനും ഒക്കെയാണ് പറയുന്നത്. എന്നാൽ അവരാരും പറയുന്നത് കേൾക്കാൻ ഹിക്കപ്പ് തയ്യാറല്ല. അവനും എല്ലാവരെയും പോലെ ഡ്രാഗൺസുമായി ഫൈറ്റ് ചെയ്യണം. എന്നാൽ അപ്പോൾ അവന്റെ അച്ഛൻ അവനെ പിടികൂടുകയും അദ്ദേഹം ദേഷ്യത്തിൽ ഹിക്കപ്പിനോട് അകത്തേക്ക് ചെല്ലാനായിട്ടും പറഞ്ഞു. ഈ യുദ്ധത്തിൽ വൈക്കിങ്സ് പരാജയപ്പെടുത്തുന്ന ഡ്രാഗൺസിനെ എല്ലാം അവര് കൊന്നുകളയാറില്ല. പകരം അവരെ വലിയ ഒരു ഡ്രാഗൺ കൂട്ടിൽ അടച്ചുപൂട്ടും. പിന്നീട് ആ ഡ്രാഗൺസിനെ വളർന്നു വരുന്ന വൈക്കിങ്സ് ട്രൈബിലെ കുട്ടികൾക്ക് ഡ്രാഗൺസുമായി ഫൈറ്റ് ചെയ്യാൻ പരിശീലനം നൽകാനായി ഉപയോഗിക്കും. ഹിക്കപ്പ് സ്വന്തമായി ഒരു ആയുധം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ ആയുധത്തിന്റെ പേരാണ് ദ മാംഗ്ലർ. അവനെ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങാൻ ആരും അനുവദിക്കാത്തത് കാരണം ഹിക്കപ്പ് ആ ആയുധവുമായി ഡ്രാഗൺസിനെ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ ഗോബ്ലർ എന്ന ഇദ്ദേഹം ഹിക്കപ്പിന് ആ ആയുധവുമായി പുറത്തേക്ക് പോകാൻ സമ്മതിച്ചിട്ടില്ല. പകരം അദ്ദേഹം ഹിക്കപ്പിന് ഒരു വാള് മൂർച്ച കൂട്ടാനായി നൽകുകയാണ്. ഹിക്കപ്പിന് ആസ്ട്രിഡ് എന്ന ഈ പെൺകുട്ടിയോട് ക്രഷാണ്. അവന്റെ അതേ പ്രായമുള്ള ആസ്ട്രിഡ് ഡ്രാഗൺസുമായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവളെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ ഹിക്കപ്പും യുദ്ധത്തിൽ പങ്കെടുക്കണം. ഈ സമയത്താണ് അവിടെ ദ ഗ്രേറ്റ് നൈറ്റ് ഫ്യൂരി ഡ്രാഗൺ ആക്രമിക്കാനായി ആരംഭിച്ചത്. നൈറ്റ് ഫ്യൂരി എന്ന ഡ്രാഗണിനെ ഇതുവരെ ആരും തന്നെ കണ്ടിട്ടില്ല. എല്ലാവരും ഭയക്കുന്ന വളരെ ശക്തനായ നൈറ്റ് ഫ്യൂരി ഡ്രാഗന്റെ ഒരൊറ്റ തീത്തുപ്പൽ മതി വലിയ നാശനഷ്ടം ഉണ്ടാവാൻ. അത്രത്തോളം ശക്തനായ ഡ്രാഗൺ ആണ് നൈറ്റ് ഫ്യൂരി. താൻ ദുർബലനല്ല എന്നും ക്രഷിന്റെ മുന്നിൽ ഷൈൻ ചെയ്യാനും ഹിക്കപ്പിന് കിട്ടിയ നല്ലൊരു അവസരമാണ് ഇത്. അവൻ സാധാരണ ഡ്രാഗൺസിനെ അല്ല, ഡയറക്റ്റ് നൈറ്റ് ഫ്യൂരിനെ തന്നെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. നൈറ്റ് ഫ്യൂരി ആക്രമിക്കുന്ന സമയത്ത് ഗോബർ ഹിക്കപ്പിനോട് നീ യാതൊരു കാരണവശാലും പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിനായി പോവുകയാണ്. അദ്ദേഹം പോയ തക്ക സമയം നോക്കി ഹിക്കപ്പ് താൻ സ്വന്തമായി ഉണ്ടാക്കിയ ദ മാംഗ്ലർ ആയുധവുമായി നൈറ്റ് ഫ്യൂരിയെ അറ്റാക്ക് ചെയ്യാൻ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നൈറ്റ് ഫ്യൂരി എവിടുന്നാണ് ഫയർ ചെയ്യുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അവിടത്തേക്ക് തന്നെ ഹിക്കപ്പ് ഷൂട്ട് ചെയ്തു. അപ്പോൾ നൈറ്റ് ഫ്യൂരി വളരെ ദൂരെയായിട്ട് വീഴുന്നത് ഹിക്കപ്പ് മാത്രം കണ്ടിട്ടുമുണ്ട്. എന്നാൽ നൈറ്റ് ഫ്യൂരി വീഴുന്നതിന് മുൻപായിട്ട് അവസാനമായി നൈറ്റ് ഫ്യൂരി വളരെ ശക്തമായ ഒരു ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ തീയിൽ ഇവിടെ ബെർക്ക് ഐലൻഡിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ ബെർക്ക് ഐലൻഡിൽ നടന്ന മനുഷ്യരും ഡ്രാഗൺസും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ഡ്രാഗൺസ് വിജയിച്ചു. അവരുടെ വിജയത്തിനു ശേഷം ബെർക്ക് ഐലൻഡിൽ നിന്ന് വൈക്കിങ്സ് ട്രൈബിലെ ആൾക്കാർ വളർത്തുന്ന ആടുകളെയും മറ്റു മൃഗങ്ങളെയും എല്ലാം ഭക്ഷിക്കാനായി ഡ്രാഗൺസ് എടുത്ത് പറന്നു പോവുകയാണ്. ഈ യുദ്ധത്തിൽ വൈക്കിങ്സ് പരാജയപ്പെട്ടത് ഹിക്കപ്പ് കാരണമാണ് എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. അപ്പോൾ അവരോടൊക്കെ ഹിക്കപ്പ് പറയാണ്, അല്ല, ഞാൻ കാരണമല്ല, ഞാൻ നൈറ്റ് ഫ്യൂരിയെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. എന്നാൽ അത് ആരും തന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവരാരും ഹിക്കപ്പ് പറയുന്നത് വിശ്വസിക്കാനും തയ്യാറല്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കണം, നൈറ്റ് ഫ്യൂരി കാമോഫ്ലേജ് ആണ്, അതിനെ ആർക്കും കാണാനായി സാധിക്കില്ല. എന്നാൽ അതിനെ ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ അത് ദൂരെ വീഴുന്നത് ഞാൻ കണ്ടതാണ്. യുദ്ധം താൻ കാരണം പരാജയപ്പെട്ടത് കൊണ്ട് ഹിക്കപ്പ് ഉണ്ടാക്കിയ വെറും കള്ളക്കഥ മാത്രമാണ് ഇത് എന്നാണ് എല്ലാവരും ഒരേപോലെ ഹിക്കപ്പിനെ കുറ്റപ്പെടുത്തുന്നത്. എന്തിന്, അവന്റെ സ്വന്തം അച്ഛൻ പോലും അവൻ ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല. അച്ഛൻ മകനോട് പറയാണ്, നീ എപ്പോഴൊക്കെ പുറത്തിറങ്ങിയോ അപ്പോഴൊക്കെ പരാജയം മാത്രമാണ് നമ്മുടെ വിധി. നിന്നോട് ഞാൻ ആകെ ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഒന്ന് അടങ്ങി ഒതുങ്ങി അകത്തിരിക്കാൻ. അതുപോലും നിനക്ക് അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ മകനാണ് എന്ന് പറഞ്ഞ് നീ നടക്കേണ്ട. സ്വന്തം അച്ഛൻ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുറ്റപ്പെടുത്തിയപ്പോൾ ഹിക്കപ്പിന് ആകെ സങ്കടമായി. അതേപോലെ ഹിക്കപ്പിന്റെ അതേ പ്രായക്കാരായ കുട്ടികളൊക്കെ ഇവിടെ ഹിക്കപ്പിനെ കളിയാക്കുന്നുമുണ്ട്. അവന്റെ ക്രഷായ ആസ്ട്രിഡ് പോലും ഇവിടെ ഹിക്കപ്പിനെ പരിഹസിക്കുന്നുണ്ട്. ഇവിടെ ഗോബർ തനിച്ചുള്ളപ്പോൾ അദ്ദേഹത്തോടും ഹിക്കപ്പ് താൻ നൈറ്റ് ഫ്യൂരിയെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഗോബർ പറയാണ്, മോൻ ഒരിക്കലും കളവ് പറയത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ നൈറ്റ് ഫ്യൂരി എന്ന ഡ്രാഗണിനെ ഇതുവരെ ഒരു മനുഷ്യൻ പോലും നേരിട്ട് കണ്ടിട്ടില്ല.
അതിന്റെ ഒരു ചിത്രം പോലും ആരുടെയും കൈവശമില്ല. ആ നൈറ്റ് ഫ്യൂരിയെ മോൻ വെടിവെച്ച് വീഴ്ത്തി എന്ന് മോൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മോന്റെ വെറും ഒരു തോന്നൽ മാത്രമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും മോൻ എല്ലാവരും പറയുന്നത് അനുസരിക്ക്. ഇനി ഒരു യുദ്ധമുണ്ടായാൽ യാതൊരു കാരണവശാലും മോൻ പുറത്തിറങ്ങാൻ പാടില്ല. അപ്പോൾ വൈക്കിങ്സിലെ ആരും തന്നെ വിശ്വസിക്കാത്തത് കൊണ്ട് ഹിക്കപ്പ് ആളാകെ വിഷമത്തിലായി. ഇനി വൈക്കിങ്സിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഡ്രാഗൺ ഐലൻഡിൽ ഡ്രാഗൺസ് നെസ്റ്റ് എന്ന ഒരു സ്ഥലമുണ്ട്. ആ ഡ്രാഗൺസ് നെസ്റ്റിലാണ് അപകടകാരികളായ സകല ഡ്രാഗൺസും താമസിക്കുന്നത്. ഈ അപകടകാരികളായ ഡ്രാഗൺസിനെ നിയന്ത്രിക്കുന്നത് അവരുടെ രാജാവോ രാജ്ഞിയോ ആണ്. അപ്പോൾ വൈക്കിങ്സിന്റെ ലക്ഷ്യം ഡ്രാഗൺ ഐലൻഡിലെ ഡ്രാഗൺസ് നെസ്റ്റ് കണ്ടെത്തി അത് നശിപ്പിക്കുക എന്നതാണ്. അത് നശിപ്പിച്ചാൽ മാത്രമേ വൈക്കിങ്സിന് സമാധാനമുണ്ടാവൂ. എന്നാൽ ഡ്രാഗൺസ് നെസ്റ്റ് എവിടെയാണ് എന്ന് കണ്ടെത്തൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അടുത്ത ദിവസം രാവിലെ തന്നെ ഹിക്കപ്പ് ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു. നൈറ്റ് ഫ്യൂരിയെ താൻ ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയ ആ സ്ഥലത്തേക്ക് ചെന്ന് നൈറ്റ് ഫ്യൂരി അവിടെ വീണിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അതിനായി ആ സ്ഥലത്തേക്കുള്ള ഹിക്കപ്പിന്റെ യാത്ര ആരംഭിച്ചു. അങ്ങനെ ഒരുപാട് ദൂരെ യാത്ര ചെയ്തതിന് ശേഷം ഹിക്കപ്പ് അവിടെ ഒരു മരം തകർന്നു വീണതായി കണ്ടു. അവിടെ നോക്കിയപ്പോൾ ഹിക്കപ്പിന് മനസ്സിലായി എന്തോ ഭാരമുള്ള സാധനം ഉയരത്തിൽ നിന്ന് ഇവിടെ എവിടെയോ ആയിട്ട് വീണിട്ടുണ്ട് എന്ന്. കുറച്ച് അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ വീണ് കിടക്കുന്നത് ആരാണ് എന്ന് നോക്കിയ ഹിക്കപ്പ് ഷൂട്ട് ചെയ്ത് താഴെ വീഴ്ത്തിയ ദ വൺ ആൻഡ് ഓൺലി ഗ്രേറ്റ് നൈറ്റ് ഫ്യൂരി ഡ്രാഗൺ. ഹിക്കപ്പ് നൈറ്റ് ഫ്യൂരിന്റെ ദേഹത്ത് കാല് കയറ്റി വെച്ച് കൈയൊക്കെ പൊക്കി തന്റെ വിജയം ആഘോഷിക്കുമ്പോൾ നൈറ്റ് ഫ്യൂരി പെട്ടെന്ന് അനങ്ങുകയാണ്. അതായത് നൈറ്റ് ഫ്യൂരി ചത്തിട്ടില്ല. നൈറ്റ് ഫ്യൂരിയെ കൊന്നുകളയാൻ വേണ്ടി ഹിക്കപ്പ് തന്റെ അരയിലുള്ള കത്തി പുറത്തെടുത്തു. അപ്പോൾ വീണ് കിടക്കുന്ന നൈറ്റ് ഫ്യൂരി സങ്കടത്തോടെ നിസ്സഹായനായി ഹിക്കപ്പിനെ നോക്കുകയാണ്. നൈറ്റ് ഫ്യൂരിയുടെ നിഷ്കളങ്കമായ ആ നോട്ടം കണ്ട് ഹിക്കപ്പിന് അതിനെ കൊന്നുകളയാൻ മനസ്സ് വന്നിട്ടില്ല. നൈറ്റ് ഫ്യൂരിയുടെ കെട്ടൊക്കെ അയച്ച് അതിനെ മോചിപ്പിക്കാനായി ഹിക്കപ്പ് തീരുമാനിച്ചു. അതിന്റെ ശരീരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കയറൊക്കെ ഹിക്കപ്പ് മുറിച്ചു മാറ്റി. അപ്പോൾ മോചിതനായ നൈറ്റ് ഫ്യൂരി പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് ദേഷ്യത്തോടെ ഹിക്കപ്പിനെ നോക്കുന്നതായി കാണാം. ഹിക്കപ്പ് അപ്പോൾ തന്നെ മനസ്സിൽ തന്റെ മരണം ഉറപ്പിച്ചു. എന്നാൽ ഹിക്കപ്പിനെ നോക്കി വളരെ ഒച്ചത്തിൽ അലറിക്കൊണ്ട് അവനെ ഒന്നും ചെയ്യാതെ നൈറ്റ് ഫ്യൂരി പറന്നു പോവുകയാണ്. നൈറ്റ് ഫ്യൂരി പറന്നു പോകുന്ന സമയത്ത് അതിന് മര്യാദക്ക് പറക്കാനായി സാധിക്കുന്നില്ല. അവിടെയും ഇവിടെയും ഒക്കെ ഇടിച്ചുകൊണ്ടാണ് നൈറ്റ് ഫ്യൂരി പറന്നു പോകുന്നത്. അതായത് വെടികൊണ്ടപ്പോൾ നൈറ്റ് ഫ്യൂരിക്ക് എവിടെയോ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ഹിക്കപ്പ് മനസ്സിലാക്കി. അന്ന് രാത്രി ഹിക്കപ്പിന്റെ അച്ഛൻ അവനോട് വന്ന് നാളെ മുതൽ നീ ഡ്രാഗൺ ട്രെയിനിങ് ആരംഭിക്കണം എന്ന് പറയുകയാണ്. എന്നാൽ ഹിക്കപ്പ് ഡ്രാഗൺ ട്രെയിനിങ്ങിന് യോഗ്യനല്ല എന്ന് ഹിക്കപ്പ് സ്വയം വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇന്ന് അവന് ഇതുവരെ ഒരാൾ പോലും കാണാത്ത നൈറ്റ് ഫ്യൂരിയെ പിടികൂടിയിട്ടും അതിനെ കൊല്ലാതെ അവൻ വെറുതെ വിട്ടു. ഡ്രാഗൺസിനെ കൊല്ലാനുള്ള മനക്കെട്ടിയൊന്നും ഹിക്കപ്പിനില്ല. താൻ നൈറ്റ് ഫ്യൂരിയെ നേരിൽ കണ്ട് അതിനെ മോചിതനാക്കിയ കാര്യമൊന്നും ഹിക്കപ്പ് ഇവിടെ അച്ഛനോട് പറഞ്ഞിട്ടുമില്ല. ഹിക്കപ്പ് ചില മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ഡ്രാഗൺ ട്രെയിനിങ്ങിൽ നിന്ന് ഒഴിവാവാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അച്ഛന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. അദ്ദേഹം മകന് ഒരു ആക്സ് സമ്മാനമായി നൽകുകയും ചെയ്തു. നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഡ്രാഗണിനെ നീ കൊല്ലേണ്ടത് ഈ ആക്സ് കൊണ്ടാണ് എന്നും അച്ഛൻ ഹിക്കപ്പിനോട് പറയുന്നുണ്ട്. സ്റ്റോയ്ക്കും മറ്റു ശക്തരായ വൈക്കിങ്സും ഇന്ന് ഡ്രാഗൺസ് നെസ്റ്റ് അന്വേഷിച്ച് ഡ്രാഗൺ ഐലൻഡിലേക്ക് പുറപ്പെടുകയാണ്. ഒരു മാസം കഴിഞ്ഞാൽ മാത്രമേ അവരൊക്കെ തിരിച്ചു വരൂ. അടുത്ത ദിവസം അപ്പോൾ ഇവിടെ വെച്ചാണ് കുട്ടികൾ ഡ്രാഗൺ ട്രെയിനിങ് ചെയ്യുന്നത്. അവിടെ ആസ്ട്രിയഡും വേറെ 4 കുട്ടികളും ഡ്രാഗൺ ട്രെയിനിങ്ങിനായി എത്തിയിട്ടുണ്ട്. അവിടെ ഹിക്കപ്പിനെ കണ്ടപ്പോൾ അവർ ഹിക്കപ്പിനെ ചോദ്യം ചെയ്യുകയാണ്. ഡ്രാഗൺ ട്രെയിനിങ് ലഭിക്കാൻ നിനക്കെന്ത് യോഗ്യതയാണുള്ളത്? നിന്റെ അച്ഛൻ ചീഫ് ആയതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഡ്രാഗൺ ട്രെയിനിങ്ങിന് അവസരം ലഭിച്ചത്, അല്ലാതെ നിന്റെ മിടുക്ക് കൊണ്ടൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് അവര് 5 പേരും ഹിക്കപ്പിനെ കളിയാക്കുന്നൊക്കെയുണ്ട്. ഈ 6 കുട്ടികൾക്കും ഡ്രാഗൺ ട്രെയിനിങ് നൽകുന്നത് ഗോബറാണ്. ഇനി എന്താണ് ഡ്രാഗൺ ട്രെയിനിങ്? ഒരു മാസമാണ് ഈ ഡ്രാഗൺ ട്രെയിനിങ് നീണ്ടു നിൽക്കുന്നത്. അതിൽ ഓരോ ദിവസവും അവരുടെ പെർഫോമൻസ് പോലെ അവർക്ക് പോയിന്റ്സ് ലഭിക്കും. അവസാനം ആർക്കാണോ ഏറ്റവും അധികം പോയിന്റ്സ് ഉള്ളത് അവരായിരിക്കും വൈക്കിംഗ് വാരിയറായി മാറുക. വൈക്കിംഗ് വാരിയറായി മാറിയാൽ അവർക്ക് ഏറ്റവും ശക്തനായ ഒരു ഡ്രാഗണിനെ കൊല്ലാനുള്ള അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഗോബർ കൂട്ടിന്റെ അകത്ത് അടച്ചുപൂട്ടിയ ഒരു ഡ്രാഗണിനെ ഈ കുട്ടികളുടെ അടുത്തേക്ക് തുറന്നു വിടുകയാണ്. കുട്ടികൾ ഈ ഡ്രാഗണിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യണം. അതാണ് അവരുടെ ടാസ്ക്. അപ്പോൾ ഇവിടെ ഏറ്റവും മോശമായി പെർഫോം ചെയ്യുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഹിക്കപ്പ് തന്നെയാണ്. അതേപോലെ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് ആസ്ട്രിഡുമാണ്. അപ്പോൾ ഈ ഡ്രാഗൺ നമ്മുടെ ഹിക്കപ്പിനെ കൊല്ലാനായി അവന്റെ തലയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ തീ തുപ്പുകയാണ്. എന്നാൽ തക്ക സമയം ഗോബർ ഓടി വന്ന് ആ ഡ്രാഗണിനെ പിടികൂടി കൂട്ടിലടച്ചു. എന്നിട്ട് ഗോബർ ഹിക്കപ്പിനോട് പറയാണ്, ഡ്രാഗൺസിന് ഒരു സിമ്പതിയും ഉണ്ടാവില്ല, അവർക്ക് ഒരേ ഒരു ലക്ഷ്യം
മാത്രമേ ഉള്ളൂ, അത് മനുഷ്യരെ കൊല്ലുക എന്നതാണ്. ഇത് കേട്ട ഹിക്കപ്പ് ഷോക്കായി പോയി. കാരണം അത്രയും ശക്തനായ നൈറ്റ് ഫ്യൂരിക്ക് അവനെ കൊല്ലാൻ അവസരം ലഭിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കും നൈറ്റ് ഫ്യൂരി അവനെ കൊല്ലാതെ വെറുതെ വിട്ടത്? അങ്ങനെ വീണ്ടും നൈറ്റ് ഫ്യൂരിയെ അന്വേഷിച്ച് കാട്ടിലേക്ക് ഹിക്കപ്പ് തനിച്ച് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ പറക്കാനായി ശ്രമങ്ങൾ നടത്തുന്ന നൈറ്റ് ഫ്യൂരി ഡ്രാഗണിനെ ഹിക്കപ്പ് ദൂരെ നിന്ന് കണ്ടു. ഇതുവരെ ആരും നൈറ്റ് ഫ്യൂരിയെ കണ്ടിട്ടില്ല, അതിന്റെ രൂപം എങ്ങനെയാണ് എന്നും ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ദൂരെ ഇരുന്നു കൊണ്ട് നൈറ്റ് ഫ്യൂരിയുടെ രൂപം ഹിക്കപ്പ് അവന്റെ പുസ്തകത്തിൽ വരക്കുകയാണ്. നൈറ്റ് ഫ്യൂരിയെ വരക്കുന്ന സമയത്ത് നൈറ്റ് ഫ്യൂരിയുടെ ഏറ്റവും താഴെയുള്ള ചിറകിന്റെ ഒരു ഭാഗം മുറിഞ്ഞതായി ഹിക്കപ്പ് കണ്ടു. അപ്പോൾ ഹിക്കപ്പിന് മനസ്സിലായി ആ ചിറകില്ലാത്തത് കാരണമാണ് നൈറ്റ് ഫ്യൂരിക്ക് പറക്കാനായി സാധിക്കാത്തത്. ചിറകില്ലാത്തത് കാരണം നൈറ്റ് ഫ്യൂരിക്ക് സ്വന്തമായി ഭക്ഷണം പോലും വേട്ടയാടി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നും ഹിക്കപ്പ് മനസ്സിലാക്കി. സോ ഇവിടെ ഇവര് 6 പേർക്കും ഡ്രാഗൺസിനെ കുറിച്ചുള്ള ക്ലാസ് ഗോബർ എടുത്തു കൊടുക്കുകയാണ്. അവര് 5 പേരും ഒരു ബെഞ്ചിൽ ഇരിക്കുമ്പോൾ ഹിക്കപ്പ് മാത്രം തനിച്ച് മറ്റൊരു ബെഞ്ചിലാണ് ഇരിക്കുന്നത്. കാരണം അവർ 5 പേരും ഹിക്കപ്പിനെ അവരുടെ കൂടെ കൂട്ടാൻ തയ്യാറല്ല. ഇതാണ് ദ ബുക്ക് ഓഫ് ഡ്രാഗൺസ്. ഭൂമിയിലെ സകല ഡ്രാഗൺസിനെ കുറിച്ചും ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഈ ബുക്ക് നോക്കി വേണം അവർ ഡ്രാഗൺസിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ. സോ അവർ 5 പേരും പോയതിനു ശേഷം ഹിക്കപ്പ് തനിച്ച് ബുക്ക് ഓഫ് ഡ്രാഗൺസ് നോക്കുകയാണ്. അതിൽ സകല ഡ്രാഗൺസിനെ കുറിച്ചുമുണ്ട്. എന്നാൽ നൈറ്റ് ഫ്യൂരി എന്ന ഡ്രാഗണിനെ കുറിച്ചുള്ള പേജ് മാത്രം ബ്ലാങ്ക് ആണ്. നൈറ്റ് ഫ്യൂരി അപകടകാരിയാണ്, ഏറ്റവും ശക്തനാണ് എന്ന് മാത്രമേ ഈ ബുക്കിലുള്ളൂ. അതല്ലാതെ നൈറ്റ് ഫ്യൂരിയുടെ ഫോട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ബുക്ക് ഓഫ് ഡ്രാഗൺസിലില്ല. അപ്പോൾ നൈറ്റ് ഫ്യൂരിയെ ആദ്യമായി കണ്ട മനുഷ്യനാണ് നമ്മുടെ ഹിക്കപ്പ്. അവന്റെ കയ്യിൽ മാത്രമാണ് നൈറ്റ് ഫ്യൂരിയുടെ ചിത്രമുള്ളത്, അതും അവൻ വരച്ചത് തന്നെയാണ്. അടുത്ത ദിവസം അപ്പോൾ ഇന്നും ഡ്രാഗൺ ട്രെയിനിങ്ങിലെ ഏറ്റവും മോശമായി പെർഫോം ചെയ്യുന്നത് നമ്മുടെ ഹിക്കപ്പ് തന്നെയാണ്. ബാക്കിയുള്ള 5 പേർക്കും അത്യാവശ്യം നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഡ്രാഗണിനെ പരാജയപ്പെടുത്തി കൂട്ടിലേക്ക് തിരിച്ചു കയറ്റിയത് ആസ്ട്രിഡ് ആണ്. അവൾ അങ്ങനെ കുറച്ചധികം പോയിന്റ്സ് ഇന്ന് നേടിയെടുത്തു. വൈക്കിംഗ് വാരിയർ ആവാനായി പോകുന്നത് ആസ്ട്രിഡ് തന്നെയാണ് എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അത്രയും മികച്ച രീതിയിൽ തന്നെയാണ് ആസ്ട്രിഡ് ഡ്രാഗണുമായി ഫൈറ്റ് ചെയ്യുന്നത്. ആ ദിവസം വീണ്ടും നൈറ്റ് ഫ്യൂരിയെ കാണാൻ ഹിക്കപ്പ് ചെല്ലുകയാണ്. എന്നാൽ ഇന്ന് അവന്റെ ഉദ്ദേശം നൈറ്റ് ഫ്യൂരിയെ ദൂരെ ഒളിച്ചിരുന്ന് കാണാനല്ല, നൈറ്റ് ഫ്യൂരിയെ ഫേസ് ടു ഫേസ് കാണാനാണ്. വിശന്ന് കിടക്കുന്ന നൈറ്റ് ഫ്യൂരിക്ക് ഭക്ഷിക്കാനായി ഒരു വലിയ മീനെ പിടിച്ചുകൊണ്ടാണ് ഹിക്കപ്പ് ഇവിടെ നൈറ്റ് ഫ്യൂരിയെ കാണാനായി വന്നിട്ടുള്ളത്. എന്നാൽ അവിടെ എവിടെയും നൈറ്റ് ഫ്യൂരി ഡ്രാഗണിനെ കാണുന്നില്ല. അപ്പോൾ ദാ നൈറ്റ് ഫ്യൂരി വളരെ അഗ്രസീവ് ആയിട്ട് ഹിക്കപ്പിന്റെ മുന്നിലേക്ക് ചാടി വന്നു. നൈറ്റ് ഫ്യൂരി ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടാക്കുന്നുണ്ട്. അതായത് ഹിക്കപ്പിനെ അറ്റാക്ക് ചെയ്യാൻ തന്നെയാണ് നൈറ്റ് ഫ്യൂരി ഡ്രാഗന്റെ ഉദ്ദേശം. എന്നാൽ ഹിക്കപ്പ് വളരെ ക്ഷമയോടെ ഞാൻ നിന്റെ ശത്രുവല്ല, ഞാൻ നിന്നെ സഹായിക്കാനായി വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ നൈറ്റ് ഫ്യൂരിയെ നോക്കിക്കൊണ്ട് ആദ്യം ഹിക്കപ്പ് അവന്റെ കയ്യിലുള്ള ഷീൽഡ് താഴെയിട്ടു. അതിനുശേഷം അരയിലുള്ള കത്തിയും താഴെയിട്ട് ദൂരേക്ക് ചവിട്ടി മാറ്റുകയാണ്. താൻ നൈറ്റ് ഫ്യൂരിയെ ആക്രമിക്കാൻ വന്നതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഹിക്കപ്പ് ഇങ്ങനെ ചെയ്തത്. അതിനുശേഷം നൈറ്റ് ഫ്യൂരിയുടെ വായുടെ അടുത്ത് ആ മീനിനെ വെച്ചു കൊടുക്കുകയാണ്. നൈറ്റ് ഫ്യൂരിയുടെ വായിൽ വളരെ ചെറിയ മൂർച്ചയുള്ള പല്ലുകളാണ്. ആ പല്ലുകൾ കണ്ടപ്പോൾ നൈറ്റ് ഫ്യൂരിയെ ടൂത്ത്ലെസ് എന്ന് ഹിക്കപ്പ് വിളിക്കുകയാണ്. നൈറ്റ് ഫ്യൂരി ഡ്രാഗണിന് ഹിക്കപ്പ് നൽകിയ ഓമന പേരാണ് ടൂത്ത്ലെസ്. ടൂത്ത്ലെസ് മീനിനെ ഭക്ഷിച്ചു കഴിഞ്ഞതിനു ശേഷം അഗ്രസീവ് ആയിട്ട് ഹിക്കപ്പിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് തന്റെ വായിൽ നിന്ന് ആ മീനിന്റെ ഒരു കഷ്ണം ഹിക്കപ്പിന് തുപ്പിക്കൊടുക്കുകയാണ്. താൻ ശത്രുവല്ല മിത്രമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ആ മീന് ഭക്ഷിക്കാനാണ് ടൂത്ത്ലെസ് ആവശ്യപ്പെടുന്നത്. വേറെ വഴിയില്ലാതെ ആ പച്ച മീൻ നമ്മുടെ ഹിക്കപ്പ് ഭക്ഷിച്ചു. അത് കണ്ടപ്പോൾ ടൂത്ത്ലെസ്സിന് സന്തോഷമായി. ആ ദിവസം മുഴുവനും ഹിക്കപ്പ് ടൂത്ത്ലെസ്സിന്റെ കൂടെയാണ് സമയം ചിലവഴിച്ചത്. അവര് രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി മാറി. എന്നാൽ ടൂത്ത്ലെസ് ഇതുവരെ ഹിക്കപ്പിനെ തന്നെ തൊടാനായി അനുവദിച്ചിട്ടില്ല. ഡ്രാഗൺസ് വിശ്വാസമില്ലാത്ത ആൾക്കാരെ തൊടാനായി അനുവദിക്കില്ല. എന്നാൽ ഇവിടെ ഹിക്കപ്പ് കണ്ണടച്ച് മെല്ലെ കൈ ടൂത്ത്ലെസ്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ടൂത്ത്ലെസ് തന്റെ മുഖം ഹിക്കപ്പിന്റെ കൈയിലേക്ക് മുട്ടിച്ചു. അതായത് ടൂത്ത്ലെസ്സിന് നമ്മുടെ ഹിക്കപ്പിനെ വിശ്വാസമാണ്. ഹിക്കപ്പ് ഒരു കാര്യം മനസ്സിലാക്കി, വൈക്കിങ്സ് കരുതുന്നത് പോലെ ഡ്രാഗൺസ് അപകടകാരികളല്ല, മനുഷ്യർ അപകടകാരികളാണ് എന്ന് കരുതിക്കൊണ്ടാണ് ഡ്രാഗൺസ് മനുഷ്യരെ ആക്രമിക്കുന്നത്. അതേപോലെ തന്നെയാണ് മനുഷ്യരും. ഡ്രാഗൺസ് അപകടകാരികളാണ് എന്ന് കരുതിക്കൊണ്ടാണ് മനുഷ്യർ ഡ്രാഗൺസിനെയും ആക്രമിക്കുന്നത്. ആ രാത്രി ഹിക്കപ്പ് ടൂത്ത്ലെസ്സിന് നഷ്ടപ്പെട്ട ചിറക് സ്വന്തമായി ഉണ്ടാക്കാനായി ആരംഭിച്ചു. കൃത്യമായ അളവിലും ഭാരത്തിലുമൊക്കെയാണ് ഹിക്കപ്പ് ടൂത്ത്ലെസ്സിന് വേണ്ടി ചിറകുണ്ടാക്കുന്നത്.
അടുത്ത ദിവസം ടൂത്ത്ലെസ്സിനെ കാണാൻ വന്ന ഹിക്കപ്പ് ഒരു കൊട്ട നിറയെ മീനുമായിട്ടാണ് വന്നത്. ടൂത്ത്ലെസ്സിന് മീനുകൾ നൽകുമ്പോൾ ഒരു ഈലിനെ ഹിക്കപ്പ് പുറത്തെടുത്തു. ഈലിനെ കണ്ടപ്പോൾ തന്നെ ടൂത്ത്ലെസ് അഗ്രസീവായി. അതിൽ നിന്ന് ഹിക്കപ്പിന് മനസ്സിലായി ഡ്രാഗൺസിന് ഈൽസിനെ ഇഷ്ടമല്ല. ഈൽസിനെ കാണുമ്പോൾ ഡ്രാഗൺസിന് അറപ്പ് തോന്നും. ടൂത്ത്ലെസ് ബാക്കിയുള്ള മീനുകൾ ഭക്ഷിക്കുന്ന സമയം ഹിക്കപ്പ് ടൂത്ത്ലെസ് കാണാതെ ടൂത്ത്ലെസ്സിന് വേണ്ടി ഉണ്ടാക്കിയ ചിറക് ഫിറ്റ് ചെയ്യാനായി ടൂത്ത്ലെസ്സിന്റെ പിന്നിലേക്ക് ചെന്നു. അങ്ങനെ ആ ചിറക് ഹിക്കപ്പ് ഫിറ്റ് ചെയ്തു. ടൂത്ത്ലെസ്സിന്റെ വാലിന്റെ മുകളിലായിട്ടാണ് ഹിക്കപ്പ് ഇരിക്കുന്നത്. മീനുകൾ ഭക്ഷിച്ചു കഴിഞ്ഞ ടൂത്ത്ലെസ് എന്നാൽ പെട്ടെന്ന് പറക്കാനായി ശ്രമിക്കുകയാണ്. ഹിക്കപ്പ് ആണെങ്കിലോ ടൂത്ത്ലെസ്സിന്റെ വാല് പിടിച്ച് അതിന്റെ ഒപ്പം പറന്നു പോകുന്നുമുണ്ട്. തന്റെ ജീവന് വേണ്ടി ഹിക്കപ്പ് നിലവിളിക്കുകയാണ്. ഹിക്കപ്പിന്റെ നിലവിളി കേട്ട ഉടനെ ടൂത്ത്ലെസ് താഴേക്ക് ലാൻഡ് ചെയ്തു. എന്തായാലും ഹിക്കപ്പ് ഉണ്ടാക്കിയ ചിറക് കാരണം ഇപ്പോൾ ടൂത്ത്ലെസ്സിന് നന്നായിട്ട് പറക്കാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ വിജയം ഒച്ചത്തില് ബഹളം വെച്ചുകൊണ്ട് ഹിക്കപ്പ് ആഘോഷിക്കുകയാണ്. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, 85% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുകയാണെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്കായി കൊണ്ടുവരാൻ അത് എനിക്കും വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. മറ്റൊരു ദിവസം ഇന്നത്തെ ഡ്രാഗൺ ട്രെയിനിങ്ങിൽ അവര് നേരിടാനായി പോകുന്നത് സിപ്പിൾ ബാക്ക് എന്ന അപകടകാരിയായ ഡ്രാഗണിനെയാണ്. സിപ്പിൾ ബാക്ക് ഡ്രാഗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ശരീരത്തിൽ 2 തലയുള്ള അപകടകാരിയായ ഡ്രാഗനാണ് സിപ്പിൾ ബാക്ക്. സിപ്പിൾ ബാക്കിനെ പരാജയപ്പെടുത്തുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. എന്നാൽ ഇവിടെ സിപ്പിൾ ബാക്ക് നമ്മുടെ ഹിക്കപ്പിനെ ആക്രമിക്കാനായി വന്നെങ്കിലും സിപ്പിൾ ബാക്ക് ഹിക്കപ്പിനെ കണ്ട് പേടിച്ച് പെട്ടെന്ന് കൂട്ടിന്റെ അകത്തേക്ക് തന്നെ ചെല്ലുകയാണ്. അതായത് ഇന്നത്തെ ഡ്രാഗൺ ട്രെയിനിങ്ങിൽ വിജയിച്ചത് നമ്മുടെ ഹിക്കപ്പാണ്. ഇത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ഹിക്കപ്പിന് സിപ്പിൾ ബാക്കിനെ പരാജയപ്പെടുത്താനായി സാധിച്ചത്? എവിടെയാണ് ഹിക്കപ്പ് ബുദ്ധിപരമായി ആരും കാണാതെ ഒരു കാര്യം ചെയ്തത്? ടൂത്ത്ലെസ്സിന് മീനുകൾ ഭക്ഷിക്കാനായി കൊടുക്കുമ്പോൾ ടൂത്ത്ലെസ് ഈല് കണ്ടപ്പോൾ അറപ്പ് കാണിച്ചു. സിപ്പിൾ ബാക്കിനെ പരാജയപ്പെടുത്താനായി ആരും കാണാതെ തന്റെ ജാക്കറ്റിന്റെ അകത്ത് ഹിക്കപ്പ് ഒരു ഈലിനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഈലിനെ കണ്ടിട്ടാണ് ഈ ഡ്രാഗൺ കൂട്ടിന്റെ അകത്തേക്ക് ചെന്നത്. അങ്ങനെ നമ്മുടെ ഹിക്കപ്പിന് ഡ്രാഗൺ ട്രെയിനിങ്ങിലെ ആദ്യത്തെ പോയിന്റ് ലഭിക്കുകയാണ്. ഗോബറും ഈ 5 കുട്ടികളും ശരിക്കും അത്ഭുതപ്പെട്ടു. ടൂത്ത്ലെസ്സിന്റെ ശരീരത്തിൽ തനിക്ക് ഇരിക്കാൻ വേണ്ടി ഹിക്കപ്പ് കസ്റ്റമൈസ് ചെയ്ത് സീറ്റുകൾ ഉണ്ടാക്കാനായി ആരംഭിച്ചു. അതേപോലെ ടൂത്ത്ലെസ്സിനെ റൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളും ഹിക്കപ്പ് ഉണ്ടാക്കാനായി ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ പിന്നീടുള്ള ഓരോ ഡ്രാഗൺ ട്രെയിനിങ്ങിലും ഹിക്കപ്പ് ടൂത്ത്ലെസ്സിന്റെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഡ്രാഗൺസിന്റെ മേൽ പ്രയോഗിക്കുകയും അങ്ങനെ പിന്നീടുള്ള എല്ലാ ഡ്രാഗൺ ട്രെയിനിങ്ങിലും വിജയിക്കുന്നത് നമ്മുടെ ഹിക്കപ്പ് തന്നെയാണ്. അങ്ങനെ ഹിക്കപ്പ് ഒരുപാട് പോയിന്റ്സ് വാരി കൂട്ടാൻ തുടങ്ങി. ടൂത്ത്ലെസ്സിന് കഴുത്തിന് താഴെ മസാജ് ചെയ്ത് നൽകാൻ ഭയങ്കര ഇഷ്ടമാണ്. കഴുത്തിന് താഴെ മസാജ് ആക്കി കൊടുത്താൽ ടൂത്ത്ലെസ് പെട്ടെന്ന് മയങ്ങിപ്പോകും. ഒരു ദിവസം ഡ്രാഗൺ ട്രെയിനിങ് നടക്കുമ്പോൾ തന്നെ ആക്രമിക്കാനായി വന്ന ഡ്രാഗന്റെ കഴുത്തിന് താഴെയായിട്ട് ഹിക്കപ്പ് മസാജ് ചെയ്തു കൊടുത്തു. ആ ഡ്രാഗൺ അപ്പോൾ തന്നെ മയങ്ങിപ്പോയി. സോ ഇപ്പോൾ ഇവിടെ ഹിക്കപ്പിന്റെ കഴിവുകളൊക്കെ കണ്ട് അവനെ അടുപ്പിക്കാൻ തയ്യാറല്ലാത്ത കുട്ടികളൊക്കെ ഹിക്കപ്പിന്റെ ഫ്രണ്ട്സ് ആവാനായിട്ട് ശ്രമിക്കുകയാണ്. കുട്ടികൾ മാത്രമല്ല, ബെർക്ക് ഐലൻഡിലെ സകല വൈക്കിങ്സും ഇപ്പോൾ ഹിക്കപ്പിന്റെ ഫാൻസ് ആണ്. പക്ഷേ ആസ്ട്രിഡിന് മാത്രമാണ് ഹിക്കപ്പിനെ സംശയം. അവൻ ഡ്രാഗൺസിനെ പരാജയപ്പെടുത്തുന്നത് അവന്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് അവൻ ചില ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ആസ്ട്രിഡ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഒരു ദിവസം ആസ്ട്രിഡ് തനിച്ച് ട്രെയിൻ ചെയ്യുമ്പോൾ ഹിക്കപ്പ് കാട്ടിന്റെ അകത്തേക്ക് തനിച്ചു പോകുന്നത് അവൾ കണ്ടു. ഹിക്കപ്പ് കാണാതെ അവൾ അവനെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് അവനെ കാണാതെയായി. അതുകൊണ്ട് ഹിക്കപ്പ് എങ്ങോട്ടേക്കാണ് പോയത് എന്ന് ആസ്ട്രിഡിന് കണ്ടെത്താനായി സാധിച്ചിട്ടില്ല. ഡ്രാഗൺ ഐലൻഡിൽ നിന്ന് ഹിക്കപ്പിന്റെ അച്ഛനും സംഘവും ബെർക്ക് ഐലൻഡിൽ ഒരു മാസത്തിനു ശേഷം തിരിച്ചെത്തി. അവരെല്ലാവരും സങ്കടത്തോടെയാണ് മടങ്ങി വന്നത്. കാരണം ഈ യാത്രയിലും അവർക്ക് ഡ്രാഗൺസ് നെസ്റ്റ് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ ബെർക്ക് ഐലൻഡിൽ ഇവർ തിരിച്ചെത്തിയപ്പോൾ സ്റ്റോയ്ക്ക് കേൾക്കുന്നത് എല്ലാവരും ഹിക്കപ്പിനെ പുകഴ്ത്തി പറയുന്നതാണ്. ഇതൊക്കെ കേട്ടപ്പോൾ സ്റ്റോയ്ക്കിന് പേടിയായി. സാധാരണ മരണപ്പെട്ടു പോയ ആൾക്കാരെ കുറിച്ചാണ് ഇങ്ങനെ ആൾക്കാർ പുകഴ്ത്തി പറയാറുള്ളത്. തന്റെ മകൻ മരണപ്പെട്ടു പോയോ എന്ന് സ്റ്റോയ്ക്ക് ഭയന്നു. അപ്പോൾ ബോഗർ സ്റ്റോയ്ക്കിനോട് പറയാണ്, ഏയ് അതൊന്നുമല്ല, ഡ്രാഗൺ ട്രെയിനിങ്ങിൽ അവനാണ് ഇപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നത്. അവന്റെ പെർഫോമൻസ് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇതുവരെ ഒരാൾ പോലും ചെയ്യാത്ത വിധത്തിലാണ് ഹിക്കപ്പ് ഓരോ ഡ്രാഗൺസിനെയും പരാജയപ്പെടുത്തുന്നത്. സ്റ്റോയ്ക്ക്, താങ്കളെ ഞാൻ കൊച്ചാക്കി പറയുന്നതല്ല, എന്നാൽ താങ്കളെക്കാൾ ഇപ്പോൾ മികച്ച രീതിയിൽ ഡ്രാഗൺസിനെ പരാജയപ്പെടുത്തുന്നത് താങ്കളുടെ മകൻ
മകനാണ് എന്ന് പോലും സ്റ്റോയിക്കിനോട് ഗോബർ പറയുന്നുണ്ട്. തന്റെ മകനെ കുറിച്ച് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ സ്റ്റോയിക്കിന് മകനെ ഓർത്ത് അഭിമാനം തോന്നുകയാണ്. ഇവിടെ ഹിക്കപ്പ് താൻ ഉണ്ടാക്കിയ സകല കസ്റ്റമൈസേഷൻസും ടൂത്ത്ലെസ്സിന്റെ ദേഹത്ത് ഫിറ്റ് ചെയ്തു. എന്നിട്ട് ടൂത്ത്ലെസ്സിന്റെ ദേഹത്തിരുന്ന് ഹിക്കപ്പ് പറക്കുകയാണ്. ടൂത്ത്ലെസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നും ഹിക്കപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ രാത്രി ഹിക്കപ്പിനെ കാണാനായി അവന്റെ അച്ഛൻ വന്നു. എന്നിട്ട് അദ്ദേഹം മകനെ അഭിനന്ദിക്കുകയാണ്. നീ എന്റെ മകനാണ് എന്ന് പറയാൻ ഇപ്പോഴാണ് എനിക്ക് അഭിമാനമായത് എന്നും അച്ഛൻ ഇവിടെ മകനോട് പറയുന്നുണ്ട്. അടുത്ത ദിവസം, അപ്പോൾ ഇന്നാണ് ഡ്രാഗൺ ട്രെയിനിങ്ങിന്റെ ഫൈനൽ ദിവസം. ആരാണ് വൈക്കിംഗ് വാരിയർ എന്ന് തീരുമാനിക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ഈ ഡ്രാഗൺ ട്രെയിനിങ് കാണാനായി നമ്മുടെ ഹിക്കപ്പിന്റെ അച്ഛനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് നീ ജയിക്കില്ല, ഇന്ന് നിന്റെ ഒരു ട്രിക്സും നടക്കില്ല, ഇന്ന് ഞാനേ വിജയിക്കൂ എന്നൊക്കെ ആസ്ട്രിഡ് ഹിക്കപ്പിനെ വെല്ലുവിളിക്കുന്നുണ്ട്. എന്നാൽ ഇന്നും വിജയിച്ചത് വേറാരുമല്ല, നമ്മുടെ ഹിക്കപ്പ് തന്നെയാണ്. ഗോത്തി എന്ന ഈ സ്ത്രീയാണ് ആരാണ് വൈക്കിംഗ് വാരിയർ എന്ന് തീരുമാനിക്കുക. ഫൈനലിസ്റ്റ് ആയിട്ട് രണ്ടുപേരാണുള്ളത്, ഹിക്കപ്പും ആസ്ട്രിഡും. ഇവരിൽ ഒരാളായിരിക്കും വൈക്കിംഗ് വാരിയർ. അങ്ങനെ ഗോത്തി തിരഞ്ഞെടുത്തത് വേറെ ആരുമല്ല, നമ്മുടെ ഹിക്കപ്പിനെ തന്നെയാണ്. എന്നാൽ ഹിക്കപ്പ് വിജയിച്ചത് കാരണം അവൻ സങ്കടത്തിലാണ്. കാരണം അവൻ ഇനി അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഡ്രാഗണിനെ കൊന്നുകളയണം. എന്നാൽ ഡ്രാഗണിനെ കൊല്ലാൻ ഹിക്കപ്പ് തയ്യാറല്ല. അത് ആലോചിച്ചിട്ടാണ് അവൻ സങ്കടത്തിലായത്. ആ ദിവസം ടൂത്ത്ലെസ്സിനെ കാണാൻ ചെന്ന ഹിക്കപ്പിനെ അവൻ കാണാതെ ആസ്ട്രിഡ് പിന്നാലെ ഫോളോ ചെയ്ത് എത്തിയിട്ടുണ്ട്. അവൾക്ക് അറിയണം അവൻ ദിവസവും എവിടത്തേക്കാണ് പോകുന്നത് എന്ന്. അതറിയാൻ വേണ്ടിയാണ് ആസ്ട്രിഡ് ഹിക്കപ്പിനെ ഫോളോ ചെയ്തത്. നീ എന്തോ മറച്ചു വെക്കുന്നുണ്ട്, പറ, നീ ഇവിടെ എന്തിനാണ് വന്നത്? നിന്നെ രഹസ്യമായി ട്രെയിൻ ചെയ്യുന്ന ആരോ ഇവിടെയുണ്ട്, അയാളെ കാണാനാണ് നീ ഇവിടെ വന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെയാണ് ആസ്ട്രിഡ് ഹിക്കപ്പിനോട് പറയുന്നത്. എന്നാൽ ഈ സമയം ടൂത്ത്ലെസ് ചാടി പുറത്തു വന്നു. ഹിക്കപ്പ് ചാടി ചെന്ന് ടൂത്ത്ലെസ്സിനോട് അവളെ അറ്റാക്ക് ചെയ്യരുത്, അവൾ എന്റെ കൂട്ടുകാരിയാണ് എന്ന് പറയുകയാണ്. ടൂത്ത്ലെസ്സിനെ അഥവാ നൈറ്റ് ഫ്യൂരിയ ആദ്യമായി കണ്ട ആസ്ട്രിഡ് ആകെ ഷോക്കായി പോയി. എന്താണ് ഇവിടെ നടക്കുന്നത്, എങ്ങനെയാണ് ഹിക്കപ്പ് എല്ലാ സ്കിൽസും പഠിച്ചെടുത്തത് എന്നെല്ലാം മനസ്സിലാക്കിയ ആസ്ട്രിഡ് അവിടുന്ന് ഓടി ചെല്ലുകയാണ് ഈ സത്യം എല്ലാവരോടും പറയാനായിട്ട്. എന്നാൽ ഓടിപ്പോകുന്ന ആസ്ട്രിഡിനെ ടൂത്ത്ലെസ് പിടിച്ച് പറക്കുകയാണ്. എന്നിട്ട് അവളെ ഒരു കുന്നിന്റെ മണ്ടയിൽ നിർത്തി. ടൂത്ത്ലെസ്സിന്റെ മുകളിൽ ഇരിക്കുന്ന ഹിക്കപ്പ് ആസ്ട്രിഡിനോട് പറയാണ്, എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനായി നീ എനിക്കൊരു അവസരം തരണം. അങ്ങനെ ആസ്ട്രിഡ് ടൂത്ത്ലെസ്സിന്റെ ദേഹത്ത് കയറിയിരുന്നു. അവര് രണ്ടുപേരും ടൂത്ത്ലെസ്സിന്റെ മേൽ ഇരുന്ന് പറന്നു പോവുകയാണ്. എന്നാൽ സാധാരണ ടൂത്ത്ലെസ്സിനെ കൺട്രോൾ ചെയ്യാനായി ഹിക്കപ്പിന് സാധിക്കാറുണ്ട്. എന്നാൽ ഇന്ന് എത്ര ശ്രമിച്ചിട്ടും ടൂത്ത്ലെസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹിക്കപ്പിന് സാധിക്കുന്നില്ല. ടൂത്ത്ലെസ് എവിടത്തേക്കാണ് ഇവരെ കൂട്ടി പറന്നു പോകുന്നത് എന്ന് ഇവർക്ക് മനസ്സിലാകുന്നുമില്ല. സോ അവരിപ്പോൾ എത്തിയിട്ടുള്ളത് വേറെ എവിടെയുമല്ല, ഡ്രാഗൺ ഐലൻഡിലാണ്. അവിടെ അവര് കാണുന്നത് ഒരുപാട് ഡ്രാഗൺസിനെയാണ്. ആൻഡ് ടൂത്ത്ലെസ് ഇപ്പോൾ പറന്നെത്തിയിട്ടുള്ളത് വൈക്കിങ്സ് ഇത്രയും കാലം അന്വേഷിച്ചു നടന്ന ഡ്രാഗൺസ് നെസ്റ്റിലാണ്. ഡ്രാഗൺസ് നെസ്റ്റിൽ ആദ്യമായി എത്തിയ മനുഷ്യരാണ് ഹിക്കപ്പും ആസ്ട്രിഡും. അവർക്ക് ഇവിടത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തതാവട്ടെ നമ്മുടെ ടൂത്ത്ലെസ്സുമാണ്. ഇനി ഇവിടെയുള്ള ഡ്രാഗൺസിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? അതാണ് ദ റെഡ് ഡെത്ത് എന്ന ക്വീൻ. റെഡ് ഡെത്ത് ഡ്രാഗൺ ആണ് ഇവരുടെ രാജ്ഞി, അതായത് ഏറ്റവും ഡേഞ്ചറസ് ആയ ഡ്രാഗൺ. ഈ റെഡ് ഡെത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡ്രാഗൺസ് മനുഷ്യരെ ആക്രമിക്കുന്നത്. അപ്പോൾ എല്ലാ സത്യങ്ങളും ഹിക്കപ്പും ആസ്ട്രിഡും മനസ്സിലാക്കി. ഈ കാര്യം നിന്റെ അച്ഛനെ എത്രയും പെട്ടെന്ന് അറിയിക്കണമെന്ന് ആസ്ട്രിഡ് പറഞ്ഞെങ്കിലും ഹിക്കപ്പ് അതിന് സമ്മതിച്ചിട്ടില്ല. കാരണം അവിടെയുള്ള ഡ്രാഗൺസ് അപകടകാരികളല്ല, ആകെ അപകടകാരിയായിട്ടുള്ളത് ദ റെഡ് ഡെത്ത് മാത്രമാണ്. എന്റെ അച്ഛനോട് ഈ കാര്യമെല്ലാം പറഞ്ഞാൽ ടൂത്ത്ലെസ് ഉൾപ്പെടെ എല്ലാ ഡ്രാഗൺസിനെയും അവര് കൊന്നുകളയും. അതുകൊണ്ട് നാളെ എല്ലാവരെയും സത്യം എന്താണ് എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കി കൊടുത്തോളാം. ഡ്രാഗൺസ് വൈക്കിങ്സിന്റെ ശത്രു അല്ല എന്ന് ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുമെന്നാണ് ആസ്ട്രിഡിനോട് ഹിക്കപ്പ് പറയുന്നത്. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട്. ആസ്ട്രിഡ് ഹിക്കപ്പിനെ ചുംബിക്കുകയും ഹിക്കപ്പിന്റെ ക്രഷായ ആസ്ട്രിഡുമായി ഹിക്കപ്പ് ഇഷ്ടത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. നാണിച്ച് സന്തോഷിച്ചു നിൽക്കുന്ന ഹിക്കപ്പിനെ വന്ന് ടൂത്ത്ലെസ് കളിയാക്കുന്നതായിട്ടും കാണാം. അടുത്ത ദിവസം, അപ്പോൾ ഇന്നാണ് വൈക്കിംഗ് വാരിയർ ഡ്രാഗണിനെ കൊല്ലാനായി പോകുന്ന ദിവസം. സ്റ്റോയ്ക്ക് അഭിമാനത്തോടെ ജനങ്ങളോട് സംസാരിക്കുന്നതായി കാണാം. കാരണം എല്ലാവരും ദുർബലനാണ് എന്ന് കരുതിയ തന്റെ മകനാണ് ഇപ്പോൾ ഇവിടുത്തെ വൈക്കിംഗ് വാരിയർ. ജനങ്ങൾ എല്ലാവരും ഹിക്കപ്പിന്റെ പേര് ആർപ്പ് വിളിക്കുകയാണ്. ആസ്ട്രിഡ് ഹിക്കപ്പിനോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ വേണോ എന്ന്.
വേണം. വൈക്കിങ്സ് അറിയണം ഡ്രാഗൺസ് അവരുടെ ശത്രുവല്ല എന്ന്. അതിന് ഇത് മാത്രമാണ് മാർഗം. എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കൂടെ ഞാനും ഉണ്ടാവുമെന്ന് ആസ്ട്രിഡ് ഹിക്കപ്പിനോട് പറഞ്ഞു. ഡ്രാഗണിനെ കൊല്ലാനായിട്ട് വേദിയിലേക്ക് ഹിക്കപ്പ് എത്തി. അവിടെ ആയുധങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇഷ്ടമുള്ളത് ഡ്രാഗണിനെ കൊല്ലാനായിട്ട് എടുക്കണം. അപ്പോൾ അതിൽ നിന്ന് ഒരു ഷീൽഡും ഏറ്റവും ചെറിയ കത്തിയുമാണ് ഹിക്കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം ഒരു അപകടകാരിയായ ഡ്രാഗണിനെ കൊല്ലണമെങ്കിൽ വലിയ ചുറ്റിക അല്ലെങ്കിൽ വലിയ വാളെങ്കിലും എടുക്കണം. ഹിക്കപ്പ് എന്താണ് ഈ ചെയ്യാനായി പോകുന്നത് എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ കൂട്ടിന്റെ അകത്തുനിന്ന് ശക്തനായ തീ തുപ്പുന്ന ഡ്രാഗൺ പുറത്തു വന്നു. ഈ ഡ്രാഗണിനെയാണ് ഹിക്കപ്പ് കൊല്ലേണ്ടത്. എന്നാൽ ഹിക്കപ്പ് ഇവിടെ ചെയ്തത് എന്തെന്ന് വെച്ചാല് ഡ്രാഗൺ തന്റെ അടുത്തേക്ക് വരുമ്പോൾ ആ ഡ്രാഗണിനെ നോക്കിക്കൊണ്ട് ഹിക്കപ്പ് തന്റെ ഷീൽഡും കത്തിയും താഴേക്കിടുകയാണ്. താൻ ശത്രുവല്ല എന്ന് ഡ്രാഗണിനോട് പറയാനായി. ജനങ്ങളോട് ഹിക്കപ്പ് പറയാണ്, നിങ്ങൾ എല്ലാവരും ഡ്രാഗൺസിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഡ്രാഗൺസ് നമ്മുടെ ശത്രുവല്ല. നമ്മൾ അവരെ മനസ്സിലാക്കിയാൽ അവർ ഒരിക്കലും നമ്മളെ ആക്രമിക്കില്ല. ഇതൊക്കെ കേട്ട സ്റ്റോയിക്കിന് നല്ല ദേഷ്യം വന്നു. അദ്ദേഹം വൈക്കിങ്സിനോട് ആ ഡ്രാഗണിനെ കൊല്ലാനായി ഉത്തരവിട്ടു. അപ്പോൾ ആ ഡ്രാഗൺ വളരെ ഒച്ചത്തിൽ അലറുകയാണ്. ഈ അലർച്ച നമ്മുടെ ടൂത്ത്ലെസ് കേട്ടു. ടൂത്ത്ലെസ്സിന് മനസ്സിലായി തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഹിക്കപ്പ് അപകടത്തിലാണ് എന്ന്. ഈ ഡ്രാഗൺ നമ്മുടെ ഹിക്കപ്പിനെ ആക്രമിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ദാ അവിടത്തേക്ക് നമ്മുടെ നൈറ്റ് ഫ്യൂരി ഹിക്കപ്പിനെ രക്ഷിക്കാനായി എത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ ഡ്രാഗണുമായി നൈറ്റ് ഫ്യൂരി ഫൈറ്റ് ചെയ്യുകയാണ്. എന്നാൽ ജനങ്ങൾക്ക് അറിയത്തില്ല ഈ നൈറ്റ് ഫ്യൂരി ഹിക്കപ്പിനെ രക്ഷിക്കാനാണ് വന്നത് എന്ന്. അവരുടെ വിചാരം നൈറ്റ് ഫ്യൂരി അവരെ ആക്രമിക്കാനായി എത്തിയതാണ് എന്നാണ്. അങ്ങനെ വൈക്കിങ്സ് നൈറ്റ് ഫ്യൂരിയെ പിടികൂടാനായി ചെല്ലുമ്പോൾ അവരോടൊക്കെ ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നും ചെയ്യരുത് എന്നൊക്കെ ഹിക്കപ്പ് പറയുന്നുണ്ടെങ്കിലും ഹിക്കപ്പ് പറയുന്നത് കേൾക്കാൻ ആരും തയ്യാറല്ല. വൈക്കിങ്സ് നൈറ്റ് ഫ്യൂരിയെ പിടികൂടുകയും കൂട്ടിൽ അടച്ചുപൂട്ടുകയും ചെയ്തു. ഇത് കണ്ട ഹിക്കപ്പും ആസ്ട്രിഡും സങ്കടത്തിലായി. അവർക്കിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയത്തില്ല. അച്ഛാ, ഇതിനൊക്കെ കാരണക്കാരൻ അച്ഛൻ ഒറ്റൊരാളാണ് എന്നൊക്കെ ദേഷ്യത്തോടെ ഹിക്കപ്പ് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ മകനോട് പറയാണ്, ഇന്നലെ വരെ നീ എന്റെ മകനാണ് എന്ന് പറയാൻ എനിക്ക് അഭിമാനമായിരുന്നു. എന്നാൽ നീ ഇന്ന് എന്റെ മകനാണ് എന്ന് പറയുന്നത് എനിക്ക് നാണക്കേടാണ് എന്ന് ഹിക്കപ്പിന്റെ മുഖത്ത് നോക്കി സ്റ്റോയ്ക്ക് പറഞ്ഞു. ഡ്രാഗൺസ് അപകടകാരികളല്ല, അവരെ നിയന്ത്രിക്കുന്നത് ഡ്രാഗൺസ് നെസ്റ്റിലെ രാജ്ഞിയാണ് എന്നൊക്കെ ഹിക്കപ്പിന്റെ വായിൽ നിന്ന് വീണപ്പോൾ അച്ഛന് മനസ്സിലായി നൈറ്റ് ഫ്യൂരി ഡ്രാഗൺസ് നെസ്റ്റ് എവിടെയാണ് എന്ന് അറിയാമെന്നും ഹിക്കപ്പ് ഡ്രാഗൺസ് നെസ്റ്റിലേക്ക് പോയിട്ടുണ്ട് എന്നും. അങ്ങനെ നൈറ്റ് ഫ്യൂരിയെ കെട്ടിയിട്ടുകൊണ്ട് ഡ്രാഗൺസ് നെസ്റ്റിലേക്ക് പുറപ്പെടാനായി സ്റ്റോയ്ക്ക് തീരുമാനിച്ചു. അച്ഛനെ തടയാനായി ഹിക്കപ്പ് ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സ്റ്റോയ്ക്ക് വൈക്കിങ്സുമായി നൈറ്റ് ഫ്യൂരിയെ കെട്ടിയിട്ടുകൊണ്ട് ഡ്രാഗൺസ് നെസ്റ്റിലേക്ക് യുദ്ധം ചെയ്യാനായി പുറപ്പെട്ടു. ഹിക്കപ്പിനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ആസ്ട്രിഡ് വന്ന് ഒരു ഐഡിയ പറയുകയാണ്. അതൊരു മികച്ച ഐഡിയ തന്നെയാണ് എന്ന് ഹിക്കപ്പിന് മനസ്സിലായി. അപ്പോൾ ഹിക്കപ്പും ആസ്ട്രിഡും മറ്റു കുട്ടികളും അവര് ഡ്രാഗൺ ട്രെയിനിങ് നടക്കുന്ന സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. അതായത് ഡ്രാഗൺസിനെ അടച്ചു പൂട്ടിയിട്ടുള്ള കൂട്ടിന്റെ അടുത്തേക്ക്. അവരോടൊക്കെ തന്റെ പ്ലാൻ എന്താണ് എന്ന് ഹിക്കപ്പ് പറഞ്ഞു. സംഭവം വേറൊന്നുമല്ല, ഈ കൂട്ടിൽ അടച്ചു പൂട്ടിയ ഡ്രാഗൺസിനെ അവരുടെ വിശ്വസ്തന്മാരാക്കി അവരുടെ സഹായത്തിൽ ഡ്രാഗൺസ് നെസ്റ്റിലേക്ക് പറന്നു പോകാനാണ് ഈ കുട്ടികൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ വൈക്കിങ്സ് ഫൈനലി ഡ്രാഗൺസ് നെസ്റ്റ് കണ്ടെത്തി അവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെയുള്ള ഡ്രാഗൺസുമായി അവർ യുദ്ധം ചെയ്യാനായി ആരംഭിച്ചു. എന്നാൽ പെട്ടെന്ന് ഡ്രാഗൺസ് എല്ലാം ഫൈറ്റ് ചെയ്യുന്നത് അവസാനിപ്പിച്ചു. ഇത് കണ്ടപ്പോൾ വൈക്കിങ്സിന് കൺഫ്യൂഷൻ ആയി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ആ സമയമാണ് അവര് ദ റെഡ് ഡെത്ത് എന്ന ഏറ്റവും അപകടകാരിയായ ഡ്രാഗൺ രാജ്ഞി പുറത്തേക്ക് വരുന്നത് കാണുന്നത്. വൈക്കിങ്സ് ഇവിടത്തേക്ക് വരാൻ വേണ്ടി ഉപയോഗിച്ച കപ്പലുകളെല്ലാം റെഡ് ഡെത്ത് തീ തുപ്പിക്കൊണ്ട് നശിപ്പിച്ചു. വൈക്കിങ്സ് എല്ലാവരും അവരുടെ മരണം ഉറപ്പിച്ചു. എന്നാൽ ഈ സമയമാണ് ആ 6 കുട്ടികൾ ഡ്രാഗൺസിന്റെ പുറത്തിരുന്നു കൊണ്ട് അവിടത്തേക്ക് പറന്നെത്തിയത്. പിന്നീട് അവര് 6 പേരുമാണ് അതിസാഹസികമായിട്ട് റെഡ് ഡെത്തുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഈ കുട്ടികളുടെ ധൈര്യം കണ്ട് സ്റ്റോയ്ക്ക് വരെ അത്ഭുതപ്പെട്ടു. ഇവിടെ ഹിക്കപ്പ് ആണെങ്കിൽ തീപിടുത്തമുണ്ടായ കപ്പലിൽ കെട്ടിയിട്ട ടൂത്ത്ലെസ്സിനെ രക്ഷിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ടൂത്ത്ലെസ്സിന്റെ കെട്ട് ഹിക്കപ്പിന് അഴിക്കാനായി പറ്റുന്നില്ല. ഈ സമയം റെഡ് ഡെത്ത് ഈ കപ്പല് ആക്രമിക്കുകയും അവര് വെള്ളത്തിലാവുകയും ചെയ്തു. വെള്ളത്തിൽ വീണെങ്കിലും സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ടൂത്ത്ലെസ്സിനെ കെട്ടയച്ച് ടൂത്ത്ലെസ്സിനെ രക്ഷിക്കാനായിട്ടാണ് ഹിക്കപ്പ് ശ്രമിക്കുന്നത്. എന്നാൽ അപ്പോൾ ഹിക്കപ്പിന്റെ അച്ഛന് അവനെ വെള്ളത്തിൽ നിന്ന് പിടിച്ച് പുറത്തെടുത്തു. എന്നിട്ട് അദ്ദേഹം വെള്ളത്തിലേക്ക് ടൂത്ത്ലെസ്സിനെ രക്ഷിക്കാനായി ചാടുകയാണ്. എന്നിട്ട് സ്റ്റോയ്ക്കാണ് ടൂത്ത്ലെസ്സിന്റെ കെട്ടയച്ച് ടൂത്ത്ലെസ്സിനെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചത്. അതിനുശേഷം ഹിക്കപ്പ് ടൂത്ത്ലെസ്സിന്റെ
ദേഹത്ത് കയറി റെഡ് ഡെത്തുമായി ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ സ്റ്റോയ്ക്ക് ഹിക്കപ്പിനോട് പറയാണ്, മോനെ തെറ്റ് ഈ അച്ഛന്റെ ഭാഗത്താണ്, മോനെ സംരക്ഷിക്കാനാണ് അച്ഛൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്, അതേപോലെ നീ എന്റെ മകനാണ് എന്ന് പറയാൻ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. അച്ഛന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഹിക്കപ്പിന് ഒത്തിരി സന്തോഷമായി. പിന്നീട് നമ്മൾ കാണുന്നത് ഈ കുട്ടികൾ ഡ്രാഗൺസിന്റെ സഹായത്തോടെ തന്നെ അപകടകാരിയായ റെഡ് ഡെത്തുമായി ഫൈറ്റ് ചെയ്യുന്നതാണ്. ഫൈനലി ആകാശത്ത് വെച്ച് റെഡ് ഡെത്തും ടൂത്ത്ലെസ്സും ഫൈറ്റ് ചെയ്യുകയാണ്. ടൂത്ത്ലെസ്സിന്റെ മുകളിൽ നമ്മുടെ ഹിക്കപ്പും ഉണ്ട്. അങ്ങനെ ടൂത്ത്ലെസ്സും ഹിക്കപ്പും ചേർന്ന് ദ റെഡ് ഡെത്ത് എന്ന അപകടകാരിയായ ഡ്രാഗണിനെ പരാജയപ്പെടുത്തി. റെഡ് ഡെത്ത് പൊട്ടിത്തെറിയിൽ മരണപ്പെട്ടു. എന്നാൽ ആ പൊട്ടിത്തെറി നടക്കുന്ന സമയം നമ്മുടെ ഹിക്കപ്പ് ആണെങ്കിൽ ടൂത്ത്ലെസ്സിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. അത്രയും ഉയരത്തിൽ നിന്നാണ് ഹിക്കപ്പ് താഴേക്ക് വീഴുന്നത്. അവനെ പിടിക്കാനായി ടൂത്ത്ലെസ് ശ്രമിക്കുന്നുണ്ട്. സോ ആ സ്ഥലത്തേക്ക് എല്ലാവരും ഓടിയെത്തി. അവര് കാണുന്നത് വീണ് കിടക്കുന്ന ടൂത്ത്ലെസ്സിനെയാണ്. അവിടെ എവിടെയും ഹിക്കപ്പിനെ കാണുന്നില്ല. ഹിക്കപ്പ് മരണപ്പെട്ടു എന്ന് എല്ലാവർക്കും ഉറപ്പായി. ടൂത്ത്ലെസ്സിന്റെ അടുത്ത് ചെന്ന് കരഞ്ഞു മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് സ്റ്റോയ്ക്ക് മാപ്പ് പറയുകയാണ്. എല്ലാവരും ഈ കാഴ്ച സങ്കടത്തോടെ കണ്ടു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം ടൂത്ത്ലെസ് അവന്റെ ചിറക് വിടർത്തി. അപ്പോൾ ദാ അതിന്റെ അകത്ത് നമ്മുടെ ഹിക്കപ്പ് വീഴുന്നതിന് മുൻപായിട്ട് ടൂത്ത്ലെസ് ഹിക്കപ്പിനെ പിടിച്ച് സംരക്ഷിച്ചിട്ടുണ്ട്. ഹിക്കപ്പിന് ജീവൻ ഉണ്ടെങ്കിലും അവന് ബോധമില്ല. സ്റ്റോയ്ക്കും വൈക്കിങ്സും എല്ലാവരും ടൂത്ത്ലെസ്സിനോട് നന്ദി പറയുകയാണ്. ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഹിക്കപ്പിന് ബോധം വന്നു. അപ്പോൾ അവന്റെ അടുത്തുള്ള ടൂത്ത്ലെസ് അവന് സ്നേഹത്തോടെ നക്കി എഴുന്നേൽപ്പിക്കുകയാണ്. ടൂത്ത്ലെസ്സിനെ സ്വന്തം വീട്ടിൽ കണ്ടപ്പോൾ ഹിക്കപ്പ് അത്ഭുതപ്പെട്ടു. ഹിക്കപ്പ് എഴുന്നേൽക്കാനായി തന്റെ പുതപ്പ് മാറ്റിയപ്പോൾ അവൻ ഷോക്കായി പോയി. അവന് ആ സംഭവത്തിൽ ഒരു കാല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവന്റെ ഒരു കാല് വെപ്പുകാലാണ്. ആദ്യമായി വെപ്പുകാല് വെച്ച് നടക്കാനായി ശ്രമിക്കുമ്പോൾ ഹിക്കപ്പ് വീഴാനായി പോയി. അന്നേരം അവനെ പിടിച്ചു നടത്തിക്കുന്നത് ടൂത്ത്ലെസ് ആണ്. വീട്ടിന്റെ കതക് തുറന്ന് അവൻ പുറത്ത് കാണുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ്. ബെർക്ക് ഐലൻഡിൽ ഇപ്പോൾ ജനങ്ങളും ഡ്രാഗൺസും രണ്ടു കൂട്ടരും സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കുന്ന കാഴ്ചയാണ് ഹിക്കപ്പ് ഇവിടെ കാണുന്നത്. അങ്ങനെ വൈക്കിങ്സും ഡ്രാഗൺസും തമ്മിലുള്ള യുദ്ധമൊക്കെ അവസാനിച്ചു. ഇപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ്. അപ്പോൾ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കൂടി കാണൂ. തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.